ഡോക്ടർ, അത് വലിയ തോതിൽ നമുക്കറിയാം, ഇപ്പോൾ വീട്ടിൽ പ്രസവം അടക്കമുള്ള അങ്ങനെ പലവിധ വിഷയങ്ങളാണ്. നമ്മുടെ ആരോഗ്യമേഖല എങ്ങനെയൊക്കെ ആളുകളെ കൃത്യമായി ശാസ്ത്രത്തിന്റെ വഴിയെ കൊണ്ടുപോകാൻ പോകുന്നു, അതിന് മറിച്ചുള്ള പ്രചാരണങ്ങൾ ശക്തമാകുന്നതും പരിപാടികളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലും ഈ വാക്സിൻ ഉപയോഗിച്ചിട്ടും കുട്ടികൾ മരിച്ചു എന്നത് അതുപോലെ അത്തരം പ്രചാരണങ്ങൾക്ക് ആയുധമായി മാറുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എന്താണ് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്കയിൽ അങ്ങ് കൃത്യമായ അതിനുള്ളൊരു ഉത്തരം, ഒപ്പം ഇത് തന്നെയാണല്ലോ നമ്മുടെ കൃത്യമായിട്ടുള്ള പോംവഴി, എന്താണ് നമ്മൾ കൃത്യമായി അതിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ? ഏതൊരു ചോദ്യത്തിനും ഉത്തരം കൃത്യമായി കൊടുക്കുന്നത് നമ്മുടെ പഠനങ്ങളും കണക്കുകളും അനുസരിച്ച് വേണം, അല്ലാതെ നമ്മുടെ ഊഹങ്ങൾ വെച്ചിട്ടല്ല. അപ്പൊ ഈ വിഷയത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പഠനങ്ങൾ ഞാനിവിടെ പറയാം. സങ്കല്പിക്കുക, പേ ഉള്ള ഒരു നായ ഒരു വ്യക്തിയെ കടിച്ചു എന്നിരിക്കട്ടെ. വാക്സിനിൽ വിശ്വാസമില്ല, വാക്സിൻ എടുക്കാൻ വിസമ്മതിക്കുന്നു. ഈ വ്യക്തിക്ക് എന്ത് പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, ഇതിന് പഠനങ്ങളുണ്ട്. തലയിൽ ആണ് കടിയേറ്റിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ വിരൽത്തുമ്പിലാണ് കടിയേറ്റിട്ടുള്ളതെങ്കിൽ, ഈ വ്യക്തി മരണപ്പെടാനുള്ള സാധ്യത 80% വാക്സിൻ എടുത്തില്ലെങ്കിൽ. അതായത് 10 പേരാണ് വരുന്നതെങ്കിൽ അതിൽ 8 പേരും മരണപ്പെടും. റേബീസ് വന്ന് അല്ലെങ്കിൽ പേ വിഷം ബാധയേറ്റ് മരണപ്പെടും. ആ റിസ്ക് നമ്മൾ ഒരിക്കലും എടുക്കരുത്. ഇനി കാലിലാണ് കടിയേറ്റതെങ്കിൽ അതിന്റെ സാധ്യത 3 മുതൽ 10% വരെയാണ്. അതായത് 10ൽ ഒരാൾ വെച്ച് മരണപ്പെടും. ആ റിസ്ക് നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. കാരണം റേബീസ് എന്നുള്ളത് നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത് വളരെ ഗുരുതരമായിട്ടുള്ള, ചികിത്സിക്കാൻ ദുർഘടമായിട്ടുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് ഈ ആദ്യത്തെ പഠനം ഞാൻ ചുരുക്കി പറയുകയാണ്. റേബീസ് വാക്സിൻ എടുത്തില്ലെങ്കിൽ, കടിച്ചത് പേയുള്ള നായയാണെങ്കിൽ നിങ്ങൾ മരണപ്പെടും. സൂക്ഷിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചാരണം നടത്തുന്നവർക്ക് യാതൊരു ബാധ്യതയുമില്ല എന്ന് ഓർക്കുക. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ മറ്റെന്തെങ്കിലും പറഞ്ഞൊഴിയുകയാണ് സാധ്യത. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണങ്ങളിൽ ദയവ് ചെയ്ത് ആരും വീഴരുത്. രണ്ടാമത്തെ പഠനം, വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് പേ വരുന്നു എന്നുള്ളതിന്റെ പഠനമുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ പ്രബന്ധത്തിൽ തന്നെ ഈ പഠനത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. പഠനം നടത്തിയത് WILDE എന്നുള്ള വ്യക്തിയാണ്, വൈൽഡ് H എന്നുള്ള വ്യക്തിയാണ്. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വാക്സിൻ എന്നുള്ള ജേണലിലാണ്. ഇവർ ഇപ്രകാരം വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ട 8 കേസുകളാണ് അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 8 കേസുകളിലും അവർ കണ്ടെത്തിയത്, ഈ കേസുകൾ അവർ തിരഞ്ഞെടുത്തത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ നടന്നതുപോലെ കൃത്യമായ രീതിയിൽ ചികിത്സയും വാക്സിനും സീറവും എല്ലാം കൊടുത്ത വ്യക്തികൾ. അവർ മരണപ്പെട്ടു. അപ്പൊ അതിൽ അവർ കണ്ടെത്തിയ 4 ഘടകങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. 1, അനാവശ്യമായിട്ടും അതിവേഗമായിട്ടും മുറിവ് തുന്നിക്കെട്ടുക, പ്രിമച്വർ സൂച്ചറിങ്, അതായത് തുറന്നു വെക്കേണ്ട മുറിവ് അജ്ഞത മൂലം തുന്നിക്കെട്ടുക. അതൊന്ന്. അത് നേരത്തെ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. എല്ലാ മുറിവുകളും തുറന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ എമർജൻസി ആയിട്ട് സ്റ്റിച്ച് ഇടേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഓരോ വ്യക്തിയുടെയും സിറ്റുവേഷനും സീരിയസ്നെസ്സും ആവശ്യവും പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്. ഇവിടെ പ്രയോറിറ്റി എന്നുള്ളത് റേബീസ് ചികിത്സിക്കുക എന്നുള്ള, റേബീസ് ആളെ കൊല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉള്ള ചികിത്സയുടെ പ്രാധാന്യം. നേരെ മറിച്ച് നമ്മൾ നിലത്ത് വീണ് അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ട് കൈമുറിഞ്ഞിട്ട് ചെല്ലുമ്പോൾ അവിടെ റേബീസിന്റെ റിസ്ക് വരുന്നില്ല. അപ്പോൾ അവിടെയുള്ള അപ്രോച്ച് മറ്റു രീതിയിലായിരിക്കും. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഘടകം അവർ കണ്ടെത്തിയത് ചികിത്സ എടുക്കാൻ വൈകിയതാണ്. മൂന്നാമത്തേത് ഇനാഡിക്വേറ്റ് വാഷിംഗ്, അതായത് കടിയേറ്റ ഉടനെ നല്ലതുപോലെ കഴുകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവസരം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഓർത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ചർച്ചയിൽ ഏറ്റവും വലിയ സന്ദേശങ്ങൾ ഇത് രണ്ടുമാണ്. 1, പട്ടിയുടെ കടിയേറ്റു കഴിഞ്ഞാൽ വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത് ആത്മഹത്യാപരമാണ്. 2, കടിയേറ്റു കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ടത് കുത്തിവയ്പ്പല്ല, മറിച്ച് കഴുകലാണ്. തുടർച്ചയായിട്ട് 15 മിനിറ്റ് ഉടൻ തന്നെ. അതിന് ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല. വീട്ടിൽ വെച്ച് തന്നെ സോപ്പ് ഉപയോഗിച്ച് എല്ലാ മുറിവുകളും കൃത്യമായിട്ട് കഴുകുക എന്നുള്ളത് എത്ര തവണ ആവർത്തിച്ചാലും ഇതൊരു പക്ഷേ നിരവധി ജീവൻ രക്ഷിക്കാൻ പോകുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ആവർത്തിച്ചു പറയുന്നത്. ഇനി വാക്സിന്റെ ഫലപ്രാപ്തി ഇല്ലാത്ത അവസരം ഉണ്ടായിട്ടുണ്ടോ? യെസ്, ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ വാക്സിനുകളും തന്നെ 2 മുതൽ 8 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് സൂക്ഷിക്കേണ്ടത്. അത് പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഫ്രിഡ്ജിലുള്ള ടെമ്പറേച്ചറാണ് 4 ഡിഗ്രി 4 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത് കേട്ടോ.
അപ്പൊ 2 മുതൽ 8 ഡിഗ്രി സെന്റിഗ്രേഡിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഈ വാക്സിൻ, അത് അതിന്റെ ഫാക്ടറിയിൽ നിന്നും അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയുള്ള കോൾഡ് ചെയിൻ എന്ന് പറയും. നമ്മളിപ്പോ മീൻ പിടിച്ച് ബോട്ടിൽ നിന്നും ഐസ് ഇട്ട് നമ്മുടെ വീട്ടിലേക്ക് വരെ എത്തുന്നത് പോലെ, തണുപ്പ് മാറാതെ എത്തുന്നത് പോലെ വാക്സിനുകളും അത് ഉൽപ്പാദിപ്പിച്ച സ്ഥലം മുതൽ, ഫാക്ടറി മുതൽ ഉപഭോക്താവിന്റെ അടുത്ത് എത്തുന്നത് വരെ അതിന്റെ തണുപ്പ് മാറാതെ ഇരിക്കണം. അതിൽ ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ വാക്സിൻ ചിലപ്പോൾ ഫലിക്കുകയില്ല. ഇനി നമ്മുടെ ആശുപത്രികളിലെല്ലാം തന്നെ ഇത് സൂക്ഷിക്കാനുള്ള പ്രത്യേക ഫ്രിഡ്ജുകളും അതിന്റെ മേൽനോട്ടവും അതിന് പ്രോട്ടോകോളുകളും ഉണ്ട്. അവിടെ പവർ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ബാക്കപ്പ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ടാവും. ഇങ്ങനെ ഇല്ലാതിരുന്ന സാഹചര്യങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്നുള്ള വളരെ പ്രമാദമായിട്ടുള്ള, വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പഠനമുണ്ട്. ആ പഠനം തെളിയിച്ചത് അവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, പാകിസ്ഥാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പുറത്തുവിട്ട പഠനമാണ്. ഇതുപോലെ വാക്സിന്റെ ഫലപ്രാപ്തിയിൽ സംശയം തോന്നിയപ്പോൾ, അതായത് ഒരു പ്രദേശത്ത് ധാരാളം പവർ കട്ട് വന്ന് അവിടെ എമർജൻസി ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്ത വളരെ റൂറൽ ആയിട്ടുള്ള, റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആശുപത്രിയിൽ വാക്സിൻ നിർവാഹമില്ലാതെ അവർക്ക് ഈ ചൂടത്ത് വാക്സിൻ വെക്കേണ്ടി വന്നു. ആ വാക്സിൻ അവർ പരിശോധനയ്ക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ അയച്ചപ്പോൾ അതിന് ഫലപ്രാപ്തി ഇല്ല എന്ന് അവർ കണ്ടെത്തുകയുണ്ടായി. ഇത് 2004 പ്രസിദ്ധീകരിച്ച ഒരു പബ്ലിക്കേഷനാണ്. ഇങ്ങനെയുള്ള പബ്ലിക്കേഷൻസ് വഴിയാണ് നമുക്ക് നമ്മളെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നത്. നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ലൂസ് ആയിട്ടുള്ള കമന്റ്സ് പലപ്പോഴും വരാറുണ്ട്. അത് കേൾക്കാൻ ഒരു ഇമ്പമുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൽ കഴിവുണ്ടെന്ന് തോന്നുന്നെങ്കിലും ശാസ്ത്രീയമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് റേബീസ് പോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള, അതായത് 100% ഫേറ്റാലിറ്റിക്ക് അടുത്തുള്ള ഇത്രയും അപകടകരമായിട്ടുള്ള രോഗത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ശാസ്ത്രത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ സംസ്ഥാനത്ത് 3.25 ലക്ഷത്തോളം ഡോഗ് ബൈറ്റ് കേസുകൾ ഒരു വർഷം ഉണ്ടായി എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഒരു വിധത്തിലും അത് അക്സെപ്റ്റബിൾ ആകുന്നില്ല. അതിൽ 1/3 തെരുവുനായ്ക്കളാണ്. അതെങ്ങനെയാണ് നമുക്ക് സ്വീകാര്യമാകുന്നത്? ഹൗ ഇസ് ഇറ്റ് ഈവൻ അക്സെപ്റ്റബിൾ ഇൻ മോഡേൺ സൊസൈറ്റി എന്ന് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ മുമ്പിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് നടക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പുതിയ നടപടികൾ ഉണ്ടാകണം, നിയമനിർമ്മാണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മാറ്റം സംഭവിക്കുകയുള്ളൂ.